ക്ഷേത്ര നടത്തിപ്പിന് മാത്രമായാണ് തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ രാമവർമ്മ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ട്രസ്റ്റ് രൂപീകരിച്ചത്. ക്ഷേത്രത്തിനു വേണ്ടി ചെയ്യേണ്ടതെന്തൊക്കെ എന്നത് ട്രസ്റ്റ് രൂപീകരിച്ചുകൊണ്ടുള്ള രേഖയിൽ വ്യക്തമാക്കുകയും ചെയ്തു. ഇങ്ങനെ നിർദ്ദേശിച്ച 16 കാര്യങ്ങളിൽ ഒന്നുപോലും ട്രസ്റ്റ് ഇപ്പോൾ ചെയ്യുന്നില്ലെന്ന് KN സതീഷിന്റെ റിപ്പോർട്ടിലുണ്ട്. ക്ഷേത്രത്തിന്റെ അറ്റകുറ്റപ്പണി വർഷങ്ങളായി നടത്തുന്നില്ല. വാഹനങ്ങളുടെയും പൂജാപാത്രങ്ങളുടെയും അറ്റകുറ്റപ്പണിയും നടത്താറില്ല. മാർത്താണ്ഡവർമ്മ കുടുംബം താമസിക്കുന്ന ബംഗ്ലാവുകളുടെ അറ്റകുറ്റപ്പണി ട്രസ്റ്റ് നടത്തുന്നുമുണ്ട്. ക്ഷേത്രത്തിലേക്ക് പൂജാ സാമഗ്രികൾ വാങ്ങുന്നതിന് വേണ്ടിവരുന്ന ചെലവ് ട്രസ്റ്റ് നൽകേണ്ടതാണ്. കുറച്ചു വർഷങ്ങളായി അത് നൽകുന്നില്ല. ഈ ഇനത്തിൽ 90 ലക്ഷത്തിലേറെ കുടിശ്ശികയുണ്ട്. ക്ഷേത്രത്തിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസറുടെയും ജീവനക്കാരുടെയും ശമ്പളം നൽകാനും ട്രസ്റ്റ് തയ്യാറാകുന്നില്ല. ട്രസ്റ്റ് രൂപീകരിച്ചുകൊണ്ടുള്ള രേഖയിൽ ക്ഷേത്ര ജീവനക്കാരുടെ ശമ്പളം ട്രസ്റ്റ് നൽകണമെന്ന വ്യവസ്ഥയുണ്ടെന്ന് KN സതീഷ് ചൂണ്ടിക്കാട്ടുന്നു. മാനേജിംഗ് ട്രസ്റ്റിയുടെ കാര്യത്തിലും ചിത്തിര തിരുനാൾ മുന്നോട്ടുവെച്ച വ്യവസ്ഥ ലംഘിക്കപ്പെടുന്നുണ്ട്. ക്ഷേത്ര സ്വത്തുക്കൾ സ്വകാര്യ സ്വത്താണെന്ന് അവകാശമുന്നയിച്ചാൽ മാനേജിംഗ് ട്രസ്റ്റിക്ക് തുടരാനാകില്ലെന്ന് ട്രസ്റ്റ് രേഖയിലുണ്ട്. ഇവിടെ മാർത്താണ്ഡവർമ്മ കുടുംബം ക്ഷേത്രം സ്വകാര്യ സ്വത്താണെന്ന അവകാശമുന്നയിച്ചിരിക്കുകയാണെന്ന് എക്സിക്യൂട്ടീവ് ഓഫീസർ ചൂണ്ടിക്കാട്ടുന്നു. മീഡിയ 1, ഡൽഹി.